എല്ലാവർക്കും മലയാളി ബൈക്കറിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റിൽ പോയി നിങ്ങൾ ഒരു 150cc അല്ലെങ്കിൽ 200cc എത്ര തന്നെ ആയിക്കോട്ടെ, CC വെച്ചിട്ടായാലും വണ്ടിയുടെ കാശ് വെച്ചിട്ടായാലും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മൈലേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു 5 വണ്ടിയുണ്ട്, അതിൽ ഏത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോ ഈ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ എങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടതെന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ആ ഡിസിഷൻ എടുക്കുന്നത് ഞാൻ റെഫറൻസ് ആക്കി എടുത്തിരിക്കുന്നത് bikevalet.com എന്നൊരു വെബ്സൈറ്റ് ആണ്. ഇതുപോലെ bikedeco.com ഉണ്ട്, അതുപോലെ പല പല വെബ്സൈറ്റുകളുണ്ട്. അതിൽ bikevalet.com ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം ഞാൻ പല സമയത്തായി പണ്ട് മുതലേ ഞാൻ ഉപയോഗിച്ചു വരുന്ന ഒരു വെബ്സൈറ്റ് ആണ് bikevalet.com. കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബൈക്ക്വാലറ്റ് ഡീറ്റെയിൽസ്. അപ്പോ നിങ്ങളൊന്ന് കയറി നോക്കൂ bikevalet.com. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. ഒരു ബൈക്ക് നിങ്ങൾക്ക് ഇപ്പോ ഏകദേശം ഒരു 1 ലക്ഷം രൂപ ഉണ്ട് കയ്യിൽ. അപ്പൊ 1 ലക്ഷം രൂപ വെച്ചിട്ട് ഏത് ബൈക്കാണ് വാങ്ങേണ്ടത്? അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് ബൈക്കിനെ കുറിച്ച് ഓക്കെ 1 ലക്ഷത്തിൽ ഏതൊക്കെ ബൈക്കുകൾ ഉണ്ട് എന്ന് അറിയട്ടെ. 1 ലക്ഷത്തിന്റെ ഉള്ളിൽ കിട്ടുന്ന അത് എക്സ്ഷോറൂം പ്രൈസ് ആണ്, ഓൺ റോഡ് പ്രൈസ് അല്ല. ഇവര് പറയാം ഏതൊരു വെബ്സൈറ്റിൽ പോയാലും ഓൺ റോഡ് പ്രൈസ് അല്ല അവര് പറയാ. പിന്നെ ഞാനിത് പ്രൊമോഷനോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. അപ്പോ 1 ലക്ഷത്തിന് താഴെയുള്ള ബൈക്കുകളൊന്നും നമുക്ക് നോക്കാം. ഞാനിപ്പോ എന്ത് ചെയ്തു, ഞാൻ ആദ്യം തന്നെ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ bikevalet.com എടുത്തു. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ബ്രാൻഡ്, ബഡ്ജറ്റ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സിസിയുടെ വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെന്നാണ്. അതിനുശേഷമുള്ള സ്റ്റൈല് എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ബൈക്കുകൾ പല കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ഒന്നാമത്തത് 2 വീലർ ആണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, ബൈക്ക് മാത്രമല്ല. ഒന്നാമത്തത് സ്കൂട്ടർ, പിന്നെ വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ്, ക്രൂസർ, സ്പോർട്ട്, ഈ 3 ടൈപ്പ് ഉണ്ട്. അതായത് സ്കൂട്ടേഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ സ്ട്രീറ്റ്, ക്രൂസർ, സ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ബുള്ളറ്റ് ഒക്കെ അല്ലേ, അതൊരു ക്രൂസർ ടൈപ്പ് ഒക്കെ വരും. സ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ R15 അങ്ങനെയുള്ള വണ്ടികൾ. സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൾസർ 200 NS അല്ലെങ്കിൽ പൾസർ 150 എന്നിങ്ങനെയുള്ള വണ്ടികളാണ് ഈ ഒരു സീരീസിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ ആണ് അത്. അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അത് നോക്കിയിട്ടെടുക്കാൻ. ഫസ്റ്റ് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കയ്യിലുണ്ട്. അപ്പൊ 1 ലക്ഷം രൂപയുടെ ബൈക്കാണ് നിങ്ങൾക്ക് വാങ്ങേണ്ടത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് സെലക്ട് ചെയ്യുക? അപ്പൊ ഞാൻ നോക്കുക, ഓക്കെ എന്റെ കയ്യിൽ ഒരു 1 ലക്ഷം രൂപ ഉണ്ട്, എനിക്കൊരു 1 ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങണേ. ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക്വാലെ എടുത്തിട്ട്, ബൈക്ക്വാലയോ ബൈക്കേക്കോ ഏതെങ്കിലും ആയാലും അതിലെടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ബൈക്ക്വാലെ എടുത്തത്. അപ്പൊ ആദ്യം തന്നെ ബഡ്ജറ്റ് എന്നുള്ളതിൽ പോയിട്ട് അണ്ടർ 1 lakh, അതായത് 1 ലക്ഷത്തിന്റെ അടിയിലുള്ള ബൈക്കുകൾ എന്നിട്ട് നോക്കും ഇതിൽ ഏതൊക്കെയാണ് വണ്ടികളുള്ളതെന്ന് നോക്കും. ഇതിൽ സ്കൂട്ടർ ഉണ്ടാവും, അതുപോലെ തന്നെ അവര് എല്ലാ ടൈപ്പ് ഏതൊക്കെ ഇലക്ട്രിക് സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്സ്, അത് ഏതൊക്കെ ടൈപ്പ് ആണെങ്കിലും എല്ലാ ടൈപ്പും ഉണ്ടായിരിക്കും. സോ CC വെച്ച് ഒന്നുമല്ല. ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ പല പ്രിഫറൻസുകൾ ഏതൊക്കെയാണ് നോക്കുക. നമുക്ക് പൈസ വെച്ചിട്ട് സോർട്ട് ചെയ്യും. ഇവിടെ തന്നെ പൈസ വെച്ചിട്ടോ എങ്ങനെയാണ് സോർട്ട്, ഞാൻ കാശ് വെച്ചിട്ട് സോർട്ട് ചെയ്യാൻ ഇപ്പൊ തൽക്കാലത്തേക്ക്. സ്കൂട്ടർ, സൈക്കിള്, ഇലക്ട്രിക് എന്നിങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ലോഡ് മോർ. അപ്പൊ ബാക്കിയുള്ള വണ്ടികൾ നോക്കുക. നമുക്ക് ഇങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്, ഒരുപാട് ഡ്രീം യുഗ, ഹീറോന്റെ വണ്ടികൾ, അതുപോലെ തന്നെ ബജാജിന്റെ വണ്ടികൾ, പൾസർ, എൻടോർക്ക്, TVSന്റെ വണ്ടികളുണ്ട്. പിന്നെ ഹോണ്ടയുടെ വണ്ടികളുണ്ട്. ഹോണ്ടയുടെ സാധാ ഒരു 100cc 110cc ഒക്കെ ബൈക്കുകളില്ലേ, അതൊക്കെ വന്നിരിക്കും. അതുപോലെ തന്നെ TVSന്റെ വണ്ടികളുണ്ട്. പിന്നെ ഹീറോന്റെ തന്നെ എക്സ്ട്രീം, യമഹയുടെ XZ, ഇതൊക്കെയാണ് ബൈക്കിൽ വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 1 lakh കൊടുത്തു. ചിലപ്പോ പലർക്കും ഉണ്ടാവും 150cc, ഞാനിപ്പോ 150 to 200cc എടുത്തു. അതാണ് എന്റെ ഒരു പ്ലാൻ എന്ന് വെച്ചോളൂ, 1 ലക്ഷത്തിന്റെ ഉള്ളിലുള്ള. അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾ എടുക്കുമ്പോൾ ഞാൻ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ 110cc ആണെങ്കിലും 100cc ആണെങ്കിലും ഏത് വേണേലും സെലക്ട് ചെയ്യാം. ഇപ്പൊ 150 to 200cc അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവഞ്ചർ സ്ട്രീറ്റ് 160, TVS അപ്പാച്ചെ RTR 160, ഹോണ്ട യൂണിക്കോൺ, ഹീറോ എക്സ്ട്രീം 160R, ഈ വണ്ടികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് 1 ലക്ഷത്തിന്റെ ഉള്ളില് 150 മുതൽ 200cc. അപ്പൊ FZ ഒക്കെ എവിടെയെന്ന് ചോദിക്കും. FZ 100 അതെന്തുകൊണ്ടാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോ ഏകദേശം ഡിസ്പ്ലേസ്മെന്റ് തന്നെ 125 മുതൽ 150cc വരെയുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു.
കണ്ടാ FZ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് FZ എന്ന് പറയുന്ന വണ്ടി 150cc എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 സംതിങ് ഉള്ളൂ, 147 അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അടുത്ത വീഡിയോയിലെ FZന്റെ റിവ്യൂ എല്ലാത്തിലും ഞാൻ പറയുന്നുണ്ട് എക്സാക്ട്ലി എത്ര CC ആണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് FZ ഒന്നും അതിൽ വരാനിത്. പിന്നെ 150cc താഴെ, അത് 140 150 cc ഇടയിലുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബജാജ് പൾസറും പിന്നെ യമഹ FZ V3 ആണ്. അപ്പൊ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 150-നിടയിലും 200-നിടയിലും ഉള്ള വണ്ടികൾ നോക്കാം. ഇതാ കണ്ടില്ലേ, അവഞ്ചറും RTR ഒക്കെ അതൊക്കെ BS6 ആണ്. യൂണിക്കോണ് BS6 അല്ല. ഹീറോ എക്സ്ട്രീം 160R BS6 അല്ല. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാശ് വെച്ച് അതിനുശേഷം CC വെച്ചിട്ട് സോർട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് തന്നെ ഡയറക്ട്ലി CC വെച്ച് സോർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ഞാൻ കണ്ടില്ലേ. ഇപ്പൊ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഞാൻ ആദ്യം പ്രൈസ് സെലക്ട് ചെയ്തേ, അതായത് ഹോമിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ താഴെ പോയാൽ ഇവിടെ കാണാം ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ സെലക്ട് ചെയ്തിട്ട് എത്ര CC വെച്ചാൽ നിങ്ങൾക്ക് സോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടാവും. അപ്പൊ ചുമ്മാ ഓരോരുത്തർ ഓരോരോ ബൈക്കിനെ പറ്റി നോക്കാനുണ്ടാവും. എനിക്കുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോരോ ഈ സൂപ്പർ ബൈക്കുകളും അത് ഇത് എടുത്തിട്ട് ചുമ്മാ എത്രയാണ് സ്പെസിഫിക്കേഷൻ, എത്രയാണ് പവർ, അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ പല പല വണ്ടികളെടുത്ത് വെറുതെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. ഇതിൽ പല പല ന്യൂസുകളും വരുന്നതാണ്. അത് ഞാനിങ്ങനെ ഓരോന്ന് നോക്കും. ഞാൻ പല വെബ്സൈറ്റുകൾ റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഇപ്പൊ ക്രൂസറിൽ എത്ര കാശിനാണ് ഇപ്പൊ വണ്ടികള്, പൈസ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഈ വെബ്സൈറ്റുകളൊക്കെ റെഫർ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ CC. നമ്മളിപ്പോ ഓൾറെഡി ചെയ്ത കാശിന്റെ അകത്ത് നമുക്ക് CC ചെയ്യാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈല്, അതിൽ നമുക്ക് സ്ട്രീറ്റ് ബൈക്കുകൾ നോക്കാം. ഇപ്പൊ സ്ട്രീറ്റ് ബൈക്കുകൾ എന്ന് പറയുമ്പോൾ കണ്ടിട്ടില്ലേ, ഇതാ ബജാജ് പൾസർ 150, FZ, പാഷൻ പ്രോ അങ്ങനെയുള്ള വണ്ടികളാണ് നമ്മുടെ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഹിമാലയനും സ്ട്രീറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ അകത്ത് ഈ ഒരു ഇതില്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹിമാലയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് ആൻഡ് സ്ട്രീറ്റ് വിത്ത് ക്രൂസർ ഒരു 3 ടൈപ്പ് ഡിഫറെന്റ് ടൈപ്പ് കാറ്റഗറിയിലേക്ക് പെടുത്താൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. നമ്മുടെ ഇന്റർസെപ്റ്റർ ഒരു സ്ട്രീറ്റ് വണ്ടിയാണ്, അതൊരു ക്രൂസർ അല്ല. സോ അങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ എന്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ വന്നു. പിന്നെ അങ്ങോട്ട് സൂപ്പർ ബൈക്കുകളായിരിക്കും ഉണ്ടാവുക. അതായത് ഇതിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2,57,513 രൂപ വരെ എത്തി. അത് KTM 390 ഡ്യൂക്കിനാണ്. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇനി അതിലും കൂടുതൽ കാശുള്ള വണ്ടികൾ കാശുള്ള എല്ലാതും ഉണ്ട്. സോ സോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് ഒരു മൊത്തമായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. നിങ്ങളിപ്പോ കാശിനാണെന്ന് വെച്ചാൽ ഞാനിപ്പോ കാശിൽ സോർട്ട് ചെയ്തു എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാനൊരു ഹൈറ്റ് ലോ കൊടുക്കുക, ഏറ്റവും ഹൈ വാല്യൂ ഉള്ള ബൈക്ക് ഏതാ അതിൽ കാണിച്ചിരിക്കുന്നത്? BMW S1000 XR എന്ന് പറയുന്ന വണ്ടിയാണ് ഇപ്പൊ ഈ സ്ട്രീറ്റ് സീരീസിൽ ഏറ്റവും കാശായിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് 1000 XR എന്ന് പറയുമ്പോൾ 20,90,000 രൂപയാണ് വണ്ടിക്ക് വരുന്നത് എക്സ്ഷോറൂം പ്രൈസ്. പിന്നെ മുംബൈയിലാണ് എക്സ്ഷോറൂം പ്രൈസ് ഇവർ കാണിച്ചിരിക്കുന്നത്. പിന്നെ ആഫ്രിക്ക ട്വിന്, അതുപോലെ ട്രാംപ് ടൈഗർ 900 ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ആണോ എന്ന് ചോദിക്കും. പക്ഷെ ഈ വണ്ടികളും സ്ട്രീറ്റിന്റെ കാറ്റഗറിയിലും പെടുത്താവുന്ന വണ്ടികളാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രീറ്റ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടികൾ നോക്കാം. അടുത്ത സ്റ്റൈല് സ്ട്രീറ്റ് മാറ്റി ക്രൂസർ വണ്ടികൾ വരുമ്പോ ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ക്ലാസിക് 350, സ്റ്റാൻഡേർഡ് 350, തണ്ടർബേർഡ്, ജാവ, ഡൊമിനോർ അതുപോലെ സ്ട്രീറ്റും ആണ്. പക്ഷെ ക്രൂസർ ബൈക്കുകളിലേക്കാണ് ഡൊമിനോർ ഒക്കെ ഏറ്റവും കൂടുതൽ. നമ്മുടെ ഇപ്പം തന്നെ ഡൊമിനോർ ഒക്കെ വന്നപ്പോൾ തന്നെ കമ്പയർ ചെയ്ത് നമ്മുടെ ബുള്ളറ്റും ഒക്കെ ആയിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ക്രൂസർ സീരീസിലേക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ജാവ പാക്ക്, അവഞ്ചർ അങ്ങനെയുള്ള എങ്ങനെയാണോ സിറ്റിംഗ് പൊസിഷനാണ് ഈ ഒരു സ്റ്റൈൽസ് എന്ന് പറയുന്നത്. പിന്നെ ഹാർലിന്റെ വണ്ടികൾ അങ്ങനെയുള്ള, ഹാർലി കൂടുതലായിട്ടും ക്രൂസർ തന്നെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഹാർലിക്കൊന്നും ഏറ്റവും കൂടുതലും അത് ക്രൂസർ തന്നെയാണ്. അവർക്കൊന്നും സ്ട്രീറ്റ് വണ്ടികളെ അല്ലെങ്കിൽ റേസിംഗ് വണ്ടികളെ ഇല്ല എന്ന് തന്നെ പറയാം. ഇതിലെ ഏറ്റവും ടോപ്പ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 18,25,000 രൂപയാണ് ഹാർലിന്റെ ഫാറ്റ് ബോയ്ക്ക് ഇവർ കാണിച്ചിരിക്കുന്നത്. 18 ലക്ഷം തന്നെയാണ്. അതിലും കൂടുതലൊന്നും കാണുന്നില്ല. ട്രാംപ് റോക്കറ്റ് 3 പക്ഷെ അത് 18 ലക്ഷമാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ അടുത്തൊരു സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റൈലിൽ പറയുമ്പോൾ ക്രൂസർ കണ്ട് സ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സ്പോർട്ടി R15ന്റെ ലുക്കിൽ ഇരിക്കാൻ പറ്റുന്ന ഏത് വണ്ടി ഉണ്ടോ ആ വണ്ടിയൊക്കെ സ്പോർട്ടിയാണ്. അതിന്റെ അകത്ത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് എനിക്ക് RS200 ആണ്. RS200 ആണല്ലേ, ഈ ഒരു RS200. ഈ ഒരു RS200 എന്ന് വെച്ച് കഴിഞ്ഞാല് സിറ്റി പോസ്റ്റർ നമ്മുടെ KTM-നെ പോലെ അല്ലെങ്കിൽ R15നെ പോലെയോ അല്ലെങ്കിൽ RC-നെ പോലെയോ ഒരുപോലെ അല്ല.
പിന്നെ ജിക്സറും ഏകദേശം RS200 ഏകദേശം ഒരു ലെവലിൽ തന്നെയാണ് സിറ്റിംഗ് പോസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വെച്ചാൽ ഹൈ എൻഡ് വണ്ടികളാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത്. അപ്പോ നമുക്ക് പിന്നെ എല്ലാവർക്കും തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാന്ന് വെച്ചാൽ ഏതൊക്കെ ബ്രാൻഡുകളിൽ ഏതൊക്കെ വണ്ടികളാണ് നോക്കണം. ഹോണ്ടയുടെ വണ്ടി വാങ്ങിയാലോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ, ഏതൊക്കെ ബ്രാൻഡുകളാണ് ഇന്ത്യയിലുള്ളത്, ഏതൊക്കെ ബ്രാൻഡുകളിൽ നിന്ന് വണ്ടി വാങ്ങണം, അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ. റോയൽ എൻഫീൽഡ് മാത്രം നോക്കുകയാണ്, അല്ലെങ്കിൽ ഹീറോ മാത്രം, ബജാജ് മാത്രം, ഹോണ്ട മാത്രം, യമഹ മാത്രം, അങ്ങനെ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയതാണ്. നമുക്കിപ്പോ റോയൽ എൻഫീൽഡ് ഒന്ന് കേൾക്കാം. റോയൽ എൻഫീൽഡ് ഇപ്പൊ നോക്കും, നമുക്ക് ഞാൻ പ്രൈസ് വെച്ച് സോർട്ട് ചെയ്യാണ്. ലോ ടു ഹൈ പോപ്പുലർ വണ്ടി. ഈ കാരണം ഇവരുടെ സെർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വളരെ പോപ്പുലർ ആയിട്ടുള്ള വണ്ടികൾ കാണിക്കും. ഇപ്പൊ നമുക്ക് നോക്കാം ബുള്ളറ്റ് 350. അതായത് ബുള്ളറ്റ് 350 പറഞ്ഞ ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന വണ്ടിയാണ്. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് 350 ഇറങ്ങിയിരിക്കുന്ന മോഡലില് അതിന്റെ റെഡിറ്റ് സീരീസ് ഉണ്ടല്ലോ അതിൽ, അതായത് സ്റ്റാൻഡേർഡിന്റെ സീരീസ് ആയിരുന്നു അത്. പിന്നെ ഓക്കെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,24,338 എക്സ്ഷോറൂം ബാംഗ്ലൂർ കാണിക്കുന്നത്. അപ്പോ കാരണം ഞാൻ ആ ഷോട്ടിങ്, അതായത് എന്റെ ലൊക്കേഷൻ ബാംഗ്ലൂർ ആയിട്ട് ബാംഗ്ലൂർ ആക്കിയിട്ടതായിരുന്നു, അങ്ങനെയാണ് ഇത് വന്നത്. സോ തണ്ടർബേർഡ് 350, പിന്നെ അങ്ങനെ പോകുമ്പോ ക്ലാസിക്, തണ്ടർബേർഡ് 350X, പിന്നെ ഹിമാലയൻ, ഇന്റർസെപ്റ്റർ, കോണ്ടിനെന്റൽ GT 650. അപ്പൊ അങ്ങനെയായിരുന്നു ഈ ഒരു വണ്ടിയുടെ സീരീസ് വരുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കൊരു വണ്ടി വാങ്ങുമ്പോൾ അങ്ങനെ എല്ലാ വണ്ടി, അതിന് മുന്നേ നിങ്ങൾക്ക് ഏതൊരു വണ്ടിയും ബ്രാൻഡിനനുസരിച്ചും സെർച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങുമ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കുക എന്ന് വെച്ചാൽ മിനിമം ഒരാൾ 1,00,000 രൂപയുടെ വണ്ടി വാങ്ങാൻ ഡിസൈഡ് ചെയ്യാച്ചാൽ അയാളുടെ കയ്യിൽ ഒരു 5 വണ്ടിയെങ്കിലും ഉണ്ടായിരിക്കും നോക്കാൻ വേണ്ടിയിട്ട്. ഓ ഇന്നത് വാങ്ങണോ, ഏത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സൈഡിൽ പോയിട്ട് ഇവിടെ പോയിട്ട് കമ്പാരിസൺ, നോർമലി ഞാനൊരു കമ്പാരിസൺ എടുക്കുകയാണ് പതിവ് ഉണ്ടായില്ലേ. അപ്പൊ എനിക്കിപ്പോ കമ്പയർ ചെയ്യണം. അപ്പൊ ഞാൻ ഈ ന്യൂ ബൈക്ക് ഓപ്ഷനിൽ പോയി കമ്പയർ ബൈക്സ് എടുക്കും. എന്നതിന് ശേഷം അതിന്റെ അത് ബ്രാൻഡ്, എനിക്കിപ്പോ ഒരു 150 സീരീസിലുള്ള വണ്ടികൾ നമുക്ക് കമ്പയർ ചെയ്യാൻ നോക്കാം. നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. യമഹ FZ Fi, ഓക്കെ, ഇതാണ് V3 മോഡൽ വന്നിരിക്കുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതാ, ബജാജ് പൾസർ 150 എടുക്കാം. പൾസർ 150, ഓക്കെ, വേർഷൻ നിയോൺ ABS, ഓക്കെ. പിന്നെ എന്ന് വെച്ചാൽ ജിക്സർ, അത് സുസുക്കിയുടെ വണ്ടി, സുസുക്കി ജിക്സർ അതന്നെ, ജിക്സർ ആണ്, ഓക്കെ, ജിക്സർ. പിന്നെ അതിന് ശേഷം ഇപ്പൊ ഏതാ വണ്ടി ഉള്ളത്, RTR 160 എടുക്കാം. TVS RTR 160, ഓക്കെ. ഇത്രയും വണ്ടികൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു 150 cc വണ്ടി എനിക്കൊരു ഇഷ്ടപ്പെട്ട, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടികളുടെ ഏകദേശം ഒരു ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ഇതില്. പക്ഷെ എനിക്ക് 150-നേക്കാളും കൂടുതൽ ഹയർ CC വണ്ടികളോടാണ്. കാരണം എന്റെ റൈഡിങ് സ്റ്റൈലും എല്ലാം വെച്ചിട്ട് എനിക്ക് കൂടുതൽ CC ഉള്ള വണ്ടികളോട് ഏറ്റവും കൂടുതൽ ഒരു ഇതാണ്. ഓടിക്കാനും എല്ലാവർക്കും സുഖവും അതൊക്കെ തന്നെയാണ്. പക്ഷെ ഞാനിപ്പോ ഓടിക്കുന്ന ഒരു FZ ആണ്. കാരണം അതിന്റെ ഒരു കംഫോർട്ട്, കാരണം മൈലേജ്, കംഫോർട്ട് എല്ലാം കൊണ്ടാണ് FZ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു അറ്റാച്ച്മെന്റ് ആ ഒരു ബൈക്കിനോട്. അപ്പൊ നമുക്ക് നോക്കുമ്പോ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിക്സറും ഹോണ്ടയുടെ ഹോർനെറ്റ് എന്നുള്ള വണ്ടി ഞാൻ ആഡ് ചെയ്യേണ്ടായിരുന്നു. മുന്നേ നോക്കിയപ്പോ അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഹോണ്ട ഹോർനെറ്റ് ഇന്ത്യയിൽ നിർത്തിയിട്ടുണ്ട്. ആ വണ്ടി ഇനി മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഓൾറെഡി ഷോറൂമിലുള്ള വണ്ടികൾ ഷോറൂമുകാർ വിൽക്കും. പക്ഷെ നിങ്ങൾ അത് അറിയാണ്ടാണ് പോയി ബുക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക, ഹോണ്ട ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്ത വണ്ടിയല്ലേ, അങ്ങനെ എന്തെങ്കിലും ഓഫറോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് വളരെ നിങ്ങൾക്ക് അത് എടുക്കണം എന്ന് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പൊ ഞാൻ ഈ വണ്ടിയുടെ പ്രൈസ് വെച്ചിട്ട് എനിക്ക് ഇവിടെ കാണാൻ പറ്റും 99,91,17,95,000 എന്ന് പറഞ്ഞ ഇവിടെ കണ്ടു ഞാൻ. ഇത്രയാണ് ഈ വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പൊ എനിക്ക് വെച്ചാൽ സ്പെസിഫിക്കേഷൻ നോക്കണം ഈ വണ്ടികളെ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മള് FC, പൾസർ, ജിക്സർ, അപ്പാച്ചി എന്നിങ്ങനെയാണ്. FC നിങ്ങൾക്ക് ഇപ്പൊ FC എല്ലാം പെട്രോൾ തന്നെ. പിന്നെ എല്ലാത്തിന്റെ പവർ വെച്ച് നോക്കുമ്പോൾ 12.2 bhp at 7,250 RPM, 13.6 bhp at 8,000 RPM പൾസർ 150, ജിക്സർ എന്ന 13.4 bhp at 8,000 RPM. അതുപോലെ അപ്പാച്ചി RTR എന്ന് പറയുന്ന വണ്ടി 15.1 bhp at 8,400 RPM. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഈ RPM എന്ന് പറയുന്നത് നമ്മളെ ഇതുണ്ടല്ലോ, ഇത്ര റെവല്യൂഷൻ, അതായത് ഒരു മിനിറ്റിൽ ഇത്ര റെവല്യൂഷൻ വരുന്നുണ്ട് എന്നാണ് അതിന്റെ ഒരു ചുരുക്കി
ഒരു അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ എന്താണ് RPM, എന്താണ് അതിന്റെ ടെക്നിക്കൽ ടേമുകൾ എന്നുള്ളത് ഓരോന്നോരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോ നമുക്ക് 12.2 bhp ഇതൊരു പവറാണ്. ഇപ്പൊ വണ്ടിയുടെ പവറാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു വണ്ടി വാങ്ങുക വെച്ചാൽ ആ വണ്ടിക്ക് നമ്മളെ വലിച്ചെടുത്തോണ്ട് പോകാനുള്ള എത്രത്തോളം ശേഷി ഉണ്ടോ എന്നുള്ളത്, അതാണ് ആ പവർ എന്ന് പറയുന്നത്. നമ്മൾ 1 HP മോട്ടർ എന്നൊക്കെ പറയുന്നില്ലേ, ആ സെയിം സാധനം തന്നെ. ഇപ്പൊ കിണറ്റിന്ന് വെള്ളം അടിക്കുന്ന മോട്ടറിന് 1 HP 2 HP മോട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അത്രയും വെള്ളം അത്രയും ഹൈറ്റിലേക്ക് വലിച്ചെടുക്കാനുള്ളത്. അതുപോലെ ആ വണ്ടിയിൽ കയറുന്ന ആൾക്കാരെയും വണ്ടിയുടെ ലോഡും എല്ലാം കൂടി വലിച്ചെടുത്തോണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് പറയുന്നത് ഇത്ര RPM. അപ്പൊ ഇത്ര RPM ഇത്ര 7250 RPM എത്തുമ്പോഴാണ് ഇത്രയും പവർ ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ചിലപ്പോ 6000 RPM നിങ്ങൾക്ക് 12.2 bhp പവർ ഒന്നും കിട്ടിക്കോളണം എന്നല്ല, പക്ഷെ 7250 RPM എത്തുമ്പോൾ നിങ്ങളെ മാക്സിമം പവർ എത്തും എന്നാണ് കമ്പനി പറയുന്നത്. സോ അപ്പോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് നോക്കുമ്പോൾ RTR 160 TVSന്റെ വണ്ടിക്ക് ഏതൊരു വണ്ടി എടുത്ത് നോക്കിയാലും സാധാരണ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ പവർ ലേശം കൂടുതലായിരിക്കും എല്ലാ വണ്ടി നോക്കുകയാണെങ്കിലും. അതും RPM നോക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ 8400 RPM വരെ പോകും. അപ്പോൾ ആ ഒരു ലോങ് ടൈം എത്തും. 8400 R15 ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12000 RPM വരെ R15 പോകും. നമ്മളൊന്ന് ഫുൾ അതും നമ്മളൊന്ന് ത്രോട്ടിൽ നല്ലോണം കൊടുത്തു കഴിഞ്ഞാലൊക്കെ ഉണ്ടല്ലോ 12000 RPM വരെയൊക്കെ R15 പോകും. പക്ഷെ പവർ വരുന്നതാണ്. പവർ നിങ്ങൾക്ക് പിന്നെ RPM കൂടിയിട്ട് കാര്യമില്ല, പവർ അത്രേ ഉള്ളൂ വണ്ടിക്ക്, അത് അവിടെ തീർന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് ടോർക്കാണ്. ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി നമുക്ക് ഉണ്ടാകും, അതായത് നമ്മൾ ഉണ്ടല്ലോ ഇത് കൊടുക്കുമ്പോൾ ഒരു പവർ ജമ്പിങ് ഉണ്ടല്ലോ. ആ ഒരു ടോർക്ക്, ആ ഒരു ടേമിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നിങ്ങൾ കമന്റ് ചെയ്തോ. സോ ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 13.6 Nm ടോർക്ക് 5600 RPM, 13.4 Nm ടോർക്ക് എത്തത്. ഇത്രയും ടോർക്കാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ വണ്ടിക്ക്. സോ ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഏതാണ് കൂടുതൽ. പിന്നെ യൂസറോട് ചോദിക്കുന്നത്, എപ്പോഴും നിങ്ങളൊരു വണ്ടി വാങ്ങുമ്പോൾ യൂസറോട് ചോദിക്കുക എന്നിരുന്നത് ഒരു വർക്ക്ഷോപ്പുകാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കുക, വണ്ടികൾക്ക് കംപ്ലൈന്റ് നിങ്ങളുടെ അടുത്ത് ഇന്ന വണ്ടികളിൽ എന്തൊക്കെ കംപ്ലൈന്റ് ആയിട്ട് വരുന്നുണ്ട്, ഓവറായിട്ട് കംപ്ലൈന്റ് ആയിട്ട് വരുന്നുണ്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടല്ലോ ഈ സ്ഥിരമായിട്ട് ലോങ് റൈഡ് ഒക്കെ പോകുന്ന ചെക്കന്മാരെടുത്തില്ലേ, നമ്മളെ ചെക്കന്മാരെടുത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 20-30 പ്രായമുള്ള ആൾക്കാർ, അവരുടെ അടുത്ത് പോയിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കാം. സ്ഥിരമായിട്ട് ജസ്റ്റ് ഒന്ന് ഓഫീസിൽ പോയി വരുന്ന ആൾക്കാരോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കണ്ട. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്ന് വെച്ചാല് അതിലും നല്ലതുപോലെ വണ്ടി കൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ഒരു ഒട്ടുമിക്ക ആൾക്കാരും ജസ്റ്റ് ഓഫീസിൽ പോയി വരിക അത് മാത്രമേ യൂസ് ഉണ്ട്. ചെറിയ ഓട്ടങ്ങൾ അത് മാത്രമേ യൂസ് ഉണ്ടാവാറുള്ളൂ വണ്ടികളുണ്ട്. അല്ലാത്ത ആൾക്കാർക്കാണ് വണ്ടി വാങ്ങേണ്ടത് ലോങ് റൈഡ് അങ്ങനെയുള്ള സ്പെസിഫൈ ചെയ്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ച് ശീലിച്ച ആൾക്കാരെടുത്ത് നോക്കിയിട്ട് മാത്രം വണ്ടി വാങ്ങിക്കുക. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വണ്ടിയുടെ എന്തൊക്കെ സ്പെസിഫിക്കേഷൻ ആണ്, ഡിസ്ക് എങ്ങനത്തെ ടൈപ്പ് ഡിസ്ക് ആണ്, എത്ര ഗിയേഴ്സ് ഉണ്ട് വണ്ടിയിൽ, അതുപോലെ ഫ്യൂൽ ടാങ്കിന് എത്ര കപ്പാസിറ്റി ഉണ്ട്, പിന്നെ മൈലേജ് എത്രയാണ്. ഒരു ഓണർ റിവ്യൂ മൈലേജ് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയിൽ നോക്കുമ്പോൾ പൾസർ 150ക്ക് 50 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നുണ്ട്, അപ്രോക്സിമേറ്റ്ലി അത്രത്തോളം കിട്ടുന്നുണ്ട് എന്നാണ് ഓണർ റിവ്യൂ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതില് ARAI സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ളത് തന്നിട്ടില്ല ഇവിടെ, പക്ഷെ ഒട്ടുമിക്ക വണ്ടികളിലും അവരത് കൊടുക്കാറുണ്ട്. മേ ബി അപ്ഡേറ്റ് ചെയ്യുമായിരിക്കാം. അതുപോലെ തന്നെ ടോപ്പ് സ്പീഡ് അത് പക്ഷെ ഇവിടെ തന്നിട്ടില്ല. അത് മേ ബി കമ്പാരിസൺ ഉണ്ട്. കാരണം ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മുടെ യൂസിനനുസരിച്ചാണ്. എനിക്കിപ്പോ വെച്ചാൽ 100 മതി ടോപ്പ് സ്പീഡ്, ഞാൻ അതിനപ്പുറത്തേക്ക് പോകില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ ആ വണ്ടി 130 കയറുമായിരിക്കാം, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ചുമ്മാ വലിച്ചിട്ടിട്ട് നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള വണ്ടി. പിന്നെ ഡിസ്ക് ആണോ ബ്രേക്ക്, അതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്. പിന്നെ എന്താണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ പൾസറിന് റേഡിയൽ ടയർ അല്ല വരുന്നത്, അപ്പൊ അത് മാത്രമാണ് പൾസറിന്. ബാക്കിയുള്ള എല്ലാം റേഡിയൽ ടയർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. അതും ഇത് മാത്രം നോക്കിയാൽ പോരാ, യൂസറോട് എക്സ്പീരിയൻസ് ചോദിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വണ്ടികൾ നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ കൊട്ടയെടുത്തു എന്ന് പറയും. നമ്മൾ ഈ കോഴിക്കോട്ടുകാരൊക്കെ അറിയാം, ഇപ്പൊ വണ്ടി എന്നാ കൊട്ടയെടുത്തോടെ പറയും. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പൊളിഞ്ഞു പണ്ടാറടങ്ങി പോകുന്നതാണ്. നമ്മളെ രീതിക്ക് ഓടിച്ചാലും ഒരു 4-5 ആൾ ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി പൊളിയും. ഒരാൾക്ക് സിംഗിൾ യൂസർ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഏതൊരു വണ്ടി ഇടുന്നുണ്ട്. പിന്നെ ഏത് ടൈപ്പാണ് ചേസിസ്, കാരണം ഇതിൽ ഓവറായിട്ട് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ് അധികം പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോ ഇത്രയേ ഉള്ളൂ ഒരു
വണ്ടി വാങ്ങുന്നതും എങ്ങനെയാണ് വാങ്ങുന്നത്, എങ്ങനെയാണ് ഓൺലൈനിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് കമ്പാരിസൺ കാണുന്നത്, എങ്ങനെയാണ് വണ്ടികളെ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ ടെക്നിക്കൽ ടേമുകൾ കൂടുതലായിട്ടുള്ളത് കൊണ്ടാണ് എനിക്കത് ഒരു പെട്ടെന്നൊരു മലയാളത്തിൽ തന്നെ ഇങ്ങനെ ഇതിൽ കൂടുതലായിട്ട് ടെക്നിക്കൽ ടേമുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. കാരണം നിങ്ങൾക്ക് ആവശ്യമാണ് ഒരു ടെക്നിക്കൽ ടേം പഠിക്കണം, അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം കമന്റ് ചെയ്യൂ, ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. എല്ലാ ബൈക്കുകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ടെക്നിക്കൽ വേർഡ്സ് അതെന്താണ്, എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാം.